ഹലോ മക്കളെ, വെൽക്കം ടു ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം. അപ്പോൾ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന +2 ഫിസിക്സിൽ ഒരു ടോപ്പിക് ആണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ഇതിൽ ശരിക്കും എന്താണ് ഈ ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്? വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പോവാണ്. സോ ഈ കുറഞ്ഞ മിനിറ്റ് കൊണ്ട് നമ്മൾ വലിയൊരു കോൺസെപ്റ്റ് ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. എൻട്രൻസിനും ബോർഡ് എക്സാമിനൊക്കെ നമുക്ക് ഒരുപാട് ഉപയോഗപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. സോ നമുക്ക് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്നുള്ളത് എന്താണെന്ന് നോക്കാം. ഇതിലേക്ക് ആദ്യം വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു കടയിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പം നമ്മളൊരു എഗ് ആണ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്, അല്ലെ, കോഴിമുട്ട വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ഈ എഗ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ കടയിൽ പോയിട്ട് എന്താ പറയാ, ചേട്ടാ എനിക്കൊരു 10 കോഴിമുട്ട വേണം, അല്ലെങ്കിൽ ഒരു 15 എണ്ണം വേണം. നമ്മൾ കൃത്യമായിട്ടൊരു എണ്ണം പറയും. ആരെങ്കിലും കടയിൽ പോയിട്ട് ചേട്ടാ എനിക്കൊരു 12.5 കോഴിമുട്ട വേണം എന്ന് പറയാറുണ്ടോ? ഒരിക്കലും പറയില്ല. കാരണം എന്താ, എഗ് ഒക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്നതിന് കൃത്യമായിട്ടൊരു നമ്പർ ഉണ്ട്. ഈ കൃത്യമായ നമ്പർ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, എഗ് വാങ്ങിക്കുന്ന സമയത്ത് പറയാറുള്ളത്. അതേപോലെ തന്നെ നമ്മൾ പേന വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്താ പറയുന്നത്, ചേട്ടാ എനിക്കൊരു 5 പേന വേണം, അല്ലെങ്കിൽ ഒരു 2 പേന വേണം, അല്ലെങ്കിൽ ഒരു പേന വേണം എന്നല്ലേ നമ്മൾ പറയുന്നത്. ആരെങ്കിലും എപ്പോഴെങ്കിലും കടയിൽ പോയിട്ട് ചേട്ടാ എനിക്കൊരു 3.5 പേന വേണം എന്ന് പറയാറുണ്ടോ? ഒരിക്കലുമില്ല. സോ ഈ പേനയുടെ എണ്ണം കൃത്യമാണ്. ഈ കൃത്യമാണ് എന്നുള്ളതിന് നമുക്ക് വേണമെങ്കിൽ ക്വാണ്ടൈസ്ഡ് എന്ന് പറയാം, അല്ലെ? അതിനൊരു ഫിക്സഡ് വാല്യൂ ഉണ്ട്. അല്ലെങ്കിൽ ഒരു പേന, അല്ലെങ്കിൽ 2 പേന, അല്ലെങ്കിൽ 3 പേന, ഇങ്ങനെയുള്ള നമ്പർ മാത്രമേ ഈ പേന വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. സിമിലർലി നമുക്ക് ചാർജിനും ഈ പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. അതിനെയാണ് നമ്മൾ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. സോ ഇവിടെ ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവൈലബിൾ ഇൻ ഫിക്സഡ് എമൗണ്ട്, കൃത്യമായ അളവിൽ ലഭിക്കുക എന്നാണ് നമ്മൾ ക്വാണ്ടൈസേഷൻ എന്നുള്ള വേർഡിന്റെ മീനിങ്. സോ ക്വാണ്ടൈസേഷൻ എന്നുള്ള വേർഡ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതെന്താണ്? കൃത്യമായ അളവിൽ ലഭിക്കുക, അവൈലബിൾ ഇൻ ഫിക്സഡ് എമൗണ്ട് എന്നാണ്. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ചെറിയ ചാർജായി നമ്മൾ പരിഗണിക്കുന്നത് ആരെയാ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആരെയാണ്? ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. ഇലക്ട്രോണിന്റെ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ഇലക്ട്രോണിന്റെ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1.6 × 10⁻⁻19 കൂളൂംബ് ആണ്, അല്ലെ? ലോകത്തിലെ ഏറ്റവും ചെറിയ ചാർജായി നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. ഈ ഇലക്ട്രോണിന്റെ ചാർജ് എന്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? നമ്മൾ പറയും ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ Q എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ചാർജ് ഒരു ഇലക്ട്രോൺ ആണ്. സോ 1 × 1.6 × 10⁻⁻19 എത്രയാ നമുക്ക് പറയാൻ പറ്റുക? 1.6 × 10⁻⁻19 കൂളൂംബ്. ഓഫ് കോഴ്സ് അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇനി എന്റെ കയ്യിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. അങ്ങനെയാണെങ്കിലോ നമുക്ക് പറയാൻ പറ്റണം, 2 ഇലക്ട്രോൺ ആണെങ്കിൽ 2 × 1.6 × 10⁻⁻19 എത്രയാ വരുന്നത്? 3.2 × 10⁻⁻19 കൂളൂംബാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും, 1.6 × 10⁻⁻19 കഴിഞ്ഞാൽ പിന്നീട് ചാർജ് എടുക്കുന്ന വാല്യൂ എത്രയാ? 3.2 × 10⁻⁻19 ആണ്. അപ്പൊ അതിനിടയിലുള്ള വാല്യൂസ് ചാർജിന് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഒന്നെങ്കിൽ ഒരു ഇലക്ട്രോണിന്റെ ചാർജ്, അല്ലെങ്കിൽ എത്രയായിരിക്കണം? 1.5 ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടോ? ഇല്ല. പിന്നെ എത്രയാണ് വരുന്നത്? 2 ആണ് വരുന്നത്. 2 ഇലക്ട്രോൺ ആണ്. സോ 2 ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുമ്പോൾ എത്ര വരും? 3.2 × 10⁻⁻19. അതായത് ചാർജിന്റെ വാല്യൂ ഫിക്സഡ് ആയിട്ടുള്ള വാല്യൂ ആണ്. ഇതിനെ കാണിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ഫോർമുല എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു ഫോർമുലയാണ് Q = NE എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, Q = NE. എന്താണ് Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ്, ടോട്ടൽ ചാർജ് എന്നാണ്. E എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ചാർജ്. E എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ചാർജ്. ഇനി N എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻഡിജേഴ്സ് ആണ്. 1, 2, 3, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ നമ്പർ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇതാണ് നമ്മുടെ ക്വാണ്ടൈസേഷൻ. ഇനി ക്വാണ്ടൈസേഷൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ക്വാണ്ടൈസേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. ബോർഡ് എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഹൗ മെനി ഇലക്ട്രോൺ കോൺസ്റ്റിറ്റ്യൂട്ട് 1 കൂളൂംബ് ഓഫ് ചാർജ്? ഒരു കൂളൂംബ് ചാർജിന്റെ ഉള്ളിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? നമുക്കറിയാം ഒരു കൂളൂംബ് എന്ന് പറഞ്ഞാൽ വലിയ ചാർജാ. അപ്പൊ എത്ര ഇലക്ട്രോൺ കൂടി ചേർന്നാലാണ് ഒരു കൂളൂംബ് ചാർജ് കിട്ടുക? നമുക്കൊന്ന് നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് Qന്റെ വാല്യൂ നമുക്ക് തന്നത് 1 കൂളൂംബ് ആണ്. അങ്ങനെയാണെങ്കിൽ N ആണ് കാണാൻ പറഞ്ഞത്, ഇലക്ട്രോണിന്റെ എണ്ണമാണ് കാണാൻ പറഞ്ഞത്. നമുക്കറിയാം ഇയുടെ വാല്യൂ 1.6 × 10⁻⁻19 കൂളൂംബ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നു, ഈ പറയുന്ന Q = NE എന്ന് പറയുന്ന ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം N = Q / E. സോ ഇതിൽ Q എത്രയാണ്? 1 ആണ്. ഡിവൈഡഡ് ബൈ E എന്ന് പറഞ്ഞാൽ എത്രയാ? 1.6 × 10⁻⁻19. 1/1.6 എന്ന് പറഞ്ഞാൽ 0.625 ആണ്. ഈ 10⁻⁻19 നേരെ മുകളിലേക്ക് പോയാൽ 10⁻+19 ആകും. സോ 10⁻19 എന്ന് നമുക്ക് പറയാം. ഇനി ഇതിൽ നമുക്കൊന്ന് റൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നുകൂടെ നമുക്ക് ഡെസിമൽ ഇങ്ങോട്ട് നീക്കുകയാണെങ്കിൽ 6.25
into 10⁻18 എന്ന് പറയാം. ഓക്കെ, സോ ഇത്രയും ഇലക്ട്രോൺ കൂടി ചേർന്നാലാണ് ഒരു കൂളൂമ്പ് ചാർജ് ഉണ്ടാവുന്നത്. സോ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി വേറൊരു ക്വസ്റ്റ്യനിലേക്ക്, വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. എന്താണ് വേറൊരു ടൈപ്പിൽ നമ്മൾ കാണുന്നത്? Can a body have a charge of 8 into 10⁻18? നമ്മൾ പറഞ്ഞു 1.6 into 10⁻19 കഴിഞ്ഞ പിന്നെ എടുക്കാൻ പറ്റുന്ന വാല്യൂ എത്രയാ? 3.2 into 10⁻19 ആണ്. അതായത് അങ്ങനെ പോയി ചാർജിന് 8 into 10⁻18 കൂളൂമ്പ് എന്ന് പറയുന്ന വാല്യൂ എടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അത് നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ എന്നിന്റെ വാല്യൂ എന്തായിരിക്കണം? ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കണം അല്ലെ? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കണം. സോ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. Q ഈക്വൽ ടു NE ആണെങ്കിൽ N ഈക്വൽ ടു എന്തായിരിക്കും? Q ഡിവൈഡഡ് ബൈ E ആയിരിക്കും. സോ ഇതിൽ Q എന്ന് പറയുന്നത് എത്രയാണ്? Q എന്ന് പറയുന്നത് നമുക്കറിയാം 8 into 10⁻18 ആണ്. ഡിവൈഡഡ് ബൈ E എന്ന് പറഞ്ഞാൽ 1.6 into 10⁻19 ആണ്. ഓക്കെ, നമുക്കറിയാം ഈ 8 ഡിവൈഡഡ് ബൈ 1.6 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 into 10⁻19 മുകളിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും? 10⁻+19 ആകും. സോ 10⁻+19 10⁻18 കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് പറയാം? 10⁻1 എന്ന് പറയാം. അതായത് 50. എന്നിന് 50 എന്ന് പറയുന്ന വാല്യൂ എടുക്കാൻ പറ്റില്ലേ? സോ നമുക്ക് പറയാം യെസ് ഇറ്റ് ഈസ് പോസിബിൾ. ഈ ചാർജ് പോസിബിൾ ആണെന്ന് പറയാം. എന്നിന് 1 2 3 4 5 6 അങ്ങനെ പോയി 50 എന്ന് പറയുന്ന വാല്യൂ എടുക്കാൻ പറ്റും. അതുകൊണ്ട് യെസ് ഇറ്റ് ഈസ് പോസിബിൾ. യെസ് ഇറ്റ് ഈസ് പോസിബിൾ എന്ന് പറയാം. ഇതെന്താണ്? പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ദാ ഈ ഒരു ചോദ്യം, ഹൗ മെനി ഇലക്ട്രോൺ മേക്ക് എ ചാർജ് ഓഫ് 3.2 കൂളൂമ്പ്? 3.2 കൂളൂമ്പ് കിട്ടണമെങ്കിൽ എത്ര ഇലക്ട്രോൺസ് കൂടി ചേരണം എന്നുള്ളത് ഒന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് നോക്കാം എത്ര ആളുകൾ ഇതിൽ കമന്റ് ചെയ്യുന്നുള്ളത്. സോ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. ഓക്കെ മക്കളെ, അപ്പം കാണാം. ബൈ.